മീൻ തല കിട്ടിയോ? മീൻ തപ്പുവാണോ? അതൊന്നും അറിഞ്ഞിട്ടില്ല. അയ്യോ, അപ്പുറത്ത് ഫോണാ, പിന്നെ എങ്ങനെ കേൾക്കും? ഈ രഞ്ജിന്റെ തമാശ. അയ്യോ പറയല്ലേ, അവൾക്ക് അന്നേരം ഒന്ന് ഇവിടുന്ന് എടുത്തു. അത് ഭയങ്കര ഒരു കഥയാണ്. അതായത് ജീവിച്ച കാലം തൊട്ട് നമ്മുടെ ആണല്ലോ. അതായത് അവ കഴിഞ്ഞ് നമ്മൾ ജനിച്ച് നമ്മുടെ ഡാൻസ് ടീച്ചർ പോവുകയാണേ. എന്ത് സ്റ്റെപ്പ് അത് വല്ലാത്തൊരു സ്റ്റെപ്പായി. അതാണോ? എന്നാ ടാറ്റ കൊടുത്തേരെ. ജയസൂര്യയുടെ ആരാന്നാ പറഞ്ഞ? എന്റെ ദൈവമേ, പുള്ളി അല്ലാതെ തന്നെ ആ മനുഷ്യൻ അതെ എന്നാ ടാറ്റ പൊക്കോ. അയ്യോ, അവിടെ കോളേജ് കുമാരൻ കാത്തു നിൽക്കുന്ന. നീ പൊക്കോ, സ്ലോ മോഷൻ പൊക്കോ. സ്ലോ മോഷനിൽ പൊടി. അയ്യോ എന്റെ പടച്ചോൻ, അത്രയ്ക്കും വേണ്ടായിരുന്നു. ചുവന്ന ടീഷർട്ടാ കൊണ്ടുപോകുന്നേ എല്ലാരും. നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ശരി. ഇതാരവിടെ? എല്ലാം തികഞ്ഞ്. ഇങ്ങോട്ട് നോക്കിക്കേ. ഇങ്ങോട്ട് നോക്കി. ഇവിടെ ഒരു പ്ലേയിങ് കിസ് കൊടുത്തേ. കിട്ടി, ബോധിച്ചു. അറിയാമോ ചേട്ടാ, നേരത്തെ ഹോസ്പിറ്റലിൽ പോയതെന്താ? ഛർദിയോ? എന്തായിരുന്നു? വെറുതെ ഛർദി. വെറുതെ ഒരു ഛർദി. ആ മുഖം കാണുമ്പോ എല്ലാവർക്കും മനസ്സിലാണ് വെറുതെ ഒരു ഛർദിയാണ്. ഈ മനുഷ്യൻ കാരണം ഞങ്ങളുടെ ഷൂട്ടിങ് എത്ര സമയം നിർത്തി വെച്ചതറിയോ? ട്രിപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് എന്റെ കലാജീവിതം ഇത് പിന്നെ എന്താ വെച്ചിട്ടാ സംസാരിച്ചേ? ഞാനവിടുത്തെ ചുമ്മാ ഇത് ലൈവാ. ഇത് അറുമുഖൻ ചേട്ടൻ എന്നെ കെട്ടിയോനാ. ഒന്നും പറയാൻ എന്ന് പറയുന്ന സീരിയല് അത് കിടക്കി. അതെ, കഥാപാത്രം. എന്റെ ഭാര്യ വേറെ ഇതാകും. ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്ന ഇതിനാണെന്ന് ചോദിച്ചു. മക്കളിപ്പോ എത്രയല്ല പഠിക്കുന്നത്? മൂത്താള് +1. ഒരാള് 8ാം ക്ലാസ്. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ഇങ്ങനെ ഛർദിക്കോ സെറ്റ് പോയാല്? ഒരിക്കലും ഛർദിക്കൂല. ഇനി ഒരാളും കൂടെ ഞാൻ കിടക്കൂല, ഉറങ്ങൂല, ഞാൻ ഒരു ഭക്ഷണം കഴിക്കൂല, ഒന്നും ചെയ്യൂല. വണ്ടിയിൽ യാത്രയും ചെയ്യൂല. ഇതോടെല്ലാം അങ്ങനത്തെ പരിപാടി നിർത്തി നമ്മളല്ലേ. പെണ്ണാണ് വന്നിരിക്കാത്ത. മേളത്തിന് കൊടുക്കൂ. അടുത്ത പെണ്ണ് അത് ഞങ്ങൾ ഈ കുടുംബത്തിലുള്ളല്ലേ.
ഈ ചുമരിന്റെ കളർ കണ്ടോ, അതുപോലുള്ള സാരി കാണണോ? നോക്കിക്കേ, നല്ല ഭംഗിയുണ്ട്. എന്തായാലും അടിപൊളി. ഇതെവിടെ നിന്ന് വാങ്ങിയെന്നൊന്ന് പറഞ്ഞു കൊടുക്കുമോ സാരി? ഓ ഇതാ മോൻ വന്നിക്കുന്ന ചെന്നൈയിലെയോ? ആ എന്തായാലും നല്ല രസമുണ്ട്, അതിന് മാച്ചാവുന്ന സാരി. പക്ഷെ ഇത് നല്ലതുണ്ട്. നമ്മളെ ദേവൂട്ടി ഇവിടെ ഉള്ള ചേട്ടായുടെ മോനായിട്ട് പൂപ്പറയ്ക്കുക. വിളക്ക് വെക്കാനാണെന്ന് തോന്നുന്നു. പിന്നെ ദേവൂട്ടീൻ്റെ എവിടെ പോയാലും എല്ലാവരും പെട്ടെന്ന് കമ്പനിയാവും.